വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. നീതിക്കു വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരരെ, ഈശോയുടെ പഠനങ്ങളെ മുഴുവൻ സംഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു വചന ഭാഗമാണ് സുവിശേഷ സൗഭാഗ്യങ്ങളെന്ന് നമ്മൾ വിളിക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിൻ്റെ ഈ ആദ്യ ഭാഗം. കഴിഞ്ഞ 8 എപ്പിസോഡുകളിൽ നമ്മൾ പഠിച്ചത് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഇനി തുടർന്നു വരുന്ന 9 ഭാഗങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സുവിശേഷ സൗഭാഗ്യങ്ങളെക്കുറിച്ചാണ്. ഈശോ പഠിപ്പിക്കുന്ന ഈ സുവിശേഷ സൗഭാഗ്യങ്ങളെ ഈശോയുടെ പ്രകടന പത്രിക എന്നാണ് പറയാറുള്ളത്. ഈശോ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈശോ എന്താണ് വാഗ്ദാനം ചെയ്യുന്നത്? ഈശോ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഒക്കെ ഒരു സംക്ഷിപ്ത രൂപമാണ് സുവിശേഷ സൗഭാഗ്യങ്ങൾ. ഈ സുവിശേഷ സൗഭാഗ്യങ്ങളെ ഇംഗ്ലീഷിൽ ബെയാറ്റിറ്റ്യൂഡ്സ് എന്നാണ് പറയാറുള്ളത്. ബെയാറ്റിറ്റ്യൂഡ്സ് എന്നാൽ ബ്ലെസ്സഡ് ആറ്റിറ്റ്യൂഡ്സ് ആണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അതായത് അനുഗ്രഹീതമായ മനോഭാവങ്ങൾ, അനുഗ്രഹം കൊണ്ടുവരുന്ന മനോഭാവങ്ങൾ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട, ദൈവം ആഗ്രഹിക്കുന്ന മനോഭാവങ്ങളാണ് ബെയാറ്റിറ്റ്യൂഡ്സ്, അതായത് ബ്ലെസ്സഡ് ആറ്റിറ്റ്യൂഡ്സ്. നമ്മൾ വിചിന്തനം ചെയ്യുന്ന ഈ 8 മനോഭാവങ്ങൾ അനുഗ്രഹം കൊണ്ടുവരുന്ന മനോഭാവങ്ങളാണ്. ഈ മനോഭാവങ്ങൾ ശീലിക്കുന്നവർക്ക് വേണ്ടി ഈശോ വലിയ അനുഗ്രഹങ്ങളാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഈശോ പറയുന്നു, ഈ അനുഗ്രഹങ്ങൾ പാലിക്കുന്നവർ അവർ സ്വർഗരാജ്യം അവകാശമാക്കും, അവർ ഭൂമി അവകാശമാക്കും, അവർ ദൈവത്തെ കാണും, അവർ ദൈവത്താൽ ആശ്വസിപ്പിക്കപ്പെടും, അവർ ഭൂമി അവകാശമാക്കും, അവർക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും, അവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും.
അങ്ങനെ വലിയ അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ള, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 7 വലിയ അനുഗ്രഹങ്ങൾ ഈശോ ഈ 8 മനോഭാവങ്ങൾ പാലിക്കുന്നവർക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അനുഗ്രഹം കൊണ്ടുവരുന്ന മനോഭാവങ്ങളാണ്. അതായത് ഒരാൾക്ക് അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, സ്വർഗത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ്, വളരെ മനോഹരമായ, എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഉത്തരമാണ് അഷ്ടസൗഭാഗ്യങ്ങൾ. അതുകൊണ്ട് ഈ അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ചുള്ള പഠനം അനുഗ്രഹം പ്രാപിക്കാനുള്ള വഴികളെക്കുറിച്ചുള്ള പഠനമാണ്. എപ്രകാരം എനിക്ക് സ്വർഗത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായി ജീവിക്കാം, എങ്ങനെ എനിക്ക് അനുഗ്രഹം കരസ്ഥമാക്കാം, എങ്ങനെ എനിക്ക് കരകയറാം, എങ്ങനെ എനിക്ക് വിജയം വരിക്കാം, എങ്ങനെ എനിക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വളർച്ച നേടിയെടുക്കാം എന്നതിൻ്റെ ഒക്കെ മനോഹരമായ ഉത്തരങ്ങൾ അടങ്ങിയിട്ടുള്ള ഇടമാണ് സുവിശേഷ സൗഭാഗ്യങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ പഠനം വളരെയേറെ ഗൗരവമുള്ള ഒരു പഠനമാണ്, മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു പഠനമാണ്, ഒരു ഓപ്ഷൻ ഇല്ലാത്ത പഠനമാണ്. നിശ്ചയമായും നമ്മൾ ഈ അഷ്ടസൗഭാഗ്യത്തിൻ്റെ ഉള്ളറകളിലേക്ക്, രഹസ്യങ്ങളിലേക്ക് പ്രവേശിച്ചേ മതിയാവൂ. കാരണം ഇത് അനുഗ്രഹം പ്രാപിക്കാനുള്ള വഴി തുറന്നു തരുന്ന താക്കോലാണ്, അനുഗ്രഹം പ്രാപിക്കാനുള്ള വാതിലാണ്, അനുഗ്രഹം പ്രാപിക്കാനുള്ള വഴിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ബെയാറ്റിറ്റ്യൂഡ്സിനെ മറ്റൊരു വാക്കുകൂടെ, മറ്റൊരു വ്യാഖ്യാനം കൂടെ പറയാറുണ്ട്. ബെയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആറ്റിറ്റ്യൂഡ്സ് ആണെന്ന് പറയാറുണ്ട്. അതായത് ഈ മനോഭാവങ്ങൾ മനോഹരമാണ്. ദൈവത്തിൻ്റെ കണ്ണിൽ ഈ മനോഭാവങ്ങൾ മനോഹരമാണ്. മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് നോക്കിയാലും ഈ മനോഭാവങ്ങൾ മനോഹരമാണ്. ബ്യൂട്ടിഫുൾ ആറ്റിറ്റ്യൂഡ്സ് ആണ് ബെയാറ്റിറ്റ്യൂഡ്സ്. എപ്രകാരമാണ് ഇത് മനോഹരമായി തീരുന്നത്? ഇതിൻ്റെ ഘടന തന്നെ പ്രിയപ്പെട്ടവരെ, പലതരത്തിൽ ഈ ഘടനയെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കാറുമുണ്ട്. ഒരു ഘടന ഇങ്ങനെയാണ്. ഈശോ ആരംഭിക്കുകയാണ്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, അവർ സ്വർഗരാജ്യം അവരുടേതാണ്. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദരിദ്രർ എന്ന് പറയുന്ന മനോഭാവം പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളുടെ മനോഭാവമാണ്. ദൈവമേ, എൻ്റെ കഴിവ് കൊണ്ടല്ല, നിൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നതും എൻ്റെ ചുറ്റുപാടും നിലനിൽക്കുന്നതും എന്നുള്ള ഒരു ഏറ്റുപറയലാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ കൊരിന്ത്യസുകാർക്ക് എഴുതിയിട്ടുള്ള 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, ദാനമായി ലഭിച്ചതല്ലാതെ മറ്റെന്താണ് നിനക്കുള്ളത്? എല്ലാം ദാനമായിരിക്കെ ഒന്നും ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് വ്യാപരിക്കുന്നു? അതായത് ജീവിതത്തിലുള്ളതെല്ലാം, എൻ്റെ കണ്ണും എൻ്റെ കാതും എൻ്റെ കയ്യും കാലും എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും എൻ്റെ പ്രിയപ്പെട്ടവരും എൻ്റെ മാതാപിതാക്കളും ജീവിത പങ്കാളിയും മക്കളും ഞാൻ താമസിക്കുന്ന ഭവനവും ഞാൻ കുടിക്കുന്ന ജലവും ഞാൻ കഴിക്കുന്ന ഭക്ഷണവും ഞാൻ സഞ്ചരിക്കുന്ന വഴികളും വാഹനങ്ങളും ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളും ഈ ഭൂമിയിലുള്ളതും എൻ്റെ വിശ്വാസവും പ്രത്യാശയും അങ്ങനെ എല്ലാം എനിക്ക് ദാനമാണ്. കർത്താവേ, നിന്നിൽ ആശ്രയിച്ചിട്ടുള്ള ജീവിതമാണ് എൻ്റേത്. കർത്താവേ, നിന്നിൽ നിന്നല്ലാതെ നന്മയില്ല എന്ന് ഏറ്റുപറഞ്ഞ് ആത്മാവിൽ ദരിദ്രനായി ജീവിക്കുമ്പോൾ സ്വർഗരാജ്യം നിൻ്റേതായിട്ട് മാറുന്നു. തുടർന്ന് വരുന്ന 7 സൗഭാഗ്യങ്ങളും ഈ 1-ാമത്തെ സൗഭാഗ്യത്തിൻ്റെ തുടർച്ചയാണെന്ന് പഠിപ്പിക്കാറുണ്ട്. 2-ാമത്തെ സൗഭാഗ്യം എന്ന് പറയുന്നത് ദൈവത്താൽ ആശ്വസിപ്പിക്കപ്പെടുക എന്ന് പറയുന്ന സൗഭാഗ്യമാണ്. ഈ സൗഭാഗ്യം സ്വന്തമാക്കുന്നതിന് ഒരാൾ വിലപിക്കുന്നവനായി മാറണം.
എന്തിനെക്കുറിച്ച് വിലപിക്കണം? ഒരാൾ തൻ്റെ തന്നെ കുറവുകളെക്കുറിച്ച്, അപരാധങ്ങളെക്കുറിച്ച് വിലപിക്കുന്നവനായി മാറുമ്പോഴാണ് അത് മനോഹരമായ മനോഭാവമായി മാറുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാൾക്ക്, കർത്താവിൻ്റെ മഹത്വം കാണുന്ന ഒരാൾക്ക് തൻ്റെ തന്നെ കുറവുകളെക്കുറിച്ചുള്ള അവബോധമുണ്ടാവുകയുള്ളൂ. യെശയ്യാ പ്രവചനത്തിൽ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പ്രവാചകനെ ദൈവം സ്വർഗത്തിലേക്ക് ഉയർത്തി. അവന് ഒരു വലിയ സ്വർഗീയ ദർശനമുണ്ടായി, ദൈവത്തിൻ്റെ ദർശനമുണ്ടായി. ദൈവത്തിൻ്റെ മഹത്വം സ്വർഗവും ഭൂമിയും നിറഞ്ഞിടക്കുന്ന ദർശനമുണ്ടായി. മാലാഖമാർ ദൈവത്തോട് പരിശുദ്ധൻ 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 എന്ന് പ്രകീർത്തിക്കുന്ന ദർശനമുണ്ടായി. ദൈവത്തിൻ്റെ മഹത്വം കണ്ടപ്പോൾ പ്രവാചകന് തന്നെ കുറിച്ച് തന്നെ അവബോധമുണ്ടായി. അയാൾ വിലപിക്കുകയാണ്, ഞാൻ നശിച്ചു, എനിക്ക് ദുരിതം, കാരണം ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ കൂടെ വസിക്കുന്നവനുമാണ്, എനിക്ക് ദുരിതം, ഞാൻ പാപിയാണ്, ഞാൻ ബലഹീനനാണ് എന്ന് യെശയ്യാ പ്രവാചകൻ ഏറ്റുപറയുന്നത് ദൈവത്തിൻ്റെ മഹത്വം കാണുമ്പോഴാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാൾക്ക് തൻ്റെ തന്നെ പാപങ്ങളെ ഓർത്ത് വിലപിക്കാൻ തോന്നുന്നു. അങ്ങനെ വിലപിച്ച യേശയ്യായെ ദൈവം തന്നെ ശക്തിപ്പെടുത്തുന്നു, ദൈവം തന്നെ ആശ്വസിപ്പിക്കുന്നു, അവനെ തൻ്റെ ദൂതുമായി അയക്കുന്നു. പുതിയ നിയമത്തിൽ പത്രോസ് ഇപ്രകാരം കരയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഈശോ പറഞ്ഞതനുസരിച്ച് അവൻ വലയിറക്കുകയും വള്ളം നിറയെ മീൻ കിട്ടിയ അനുഭവമുണ്ടാവുകയും ചെയ്തപ്പോൾ പത്രോസ് കരഞ്ഞു വിളിച്ച് ദൈവത്തിൻ്റെ മഹത്വം കണ്ട പത്രോസ് പറഞ്ഞു, ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ. കർത്താവിൻ്റെ മഹത്വം കാണുന്ന ഒരാൾ തൻ്റെ തന്നെ കുറവുകളെക്കുറിച്ച് അവബോധമുള്ളവനാകുന്നു. പത്രോസ് നിലവിളിച്ചപ്പോൾ ഈശോ അവനെ ശക്തിപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. വിലപിക്കുന്നവനെ കർത്താവ് ശക്തിപ്പെടുത്തുന്നു, ആശ്വസിപ്പിക്കുന്നു. ഇങ്ങനെ വിലപിക്കുന്നവർക്കാണ് അടുത്ത മനോഭാവം ഉണ്ടാകുന്നത്, ശാന്തശീലരായി ജീവിക്കാനുള്ള ഒരു മനോഭാവം. അതാണ് മൂന്നാമത്തെ മനോഹരമായ ആറ്റിറ്റ്യൂഡ്, മൂന്നാമത്തെ ബ്യൂട്ടിഫുൾ ആറ്റിറ്റ്യൂഡ്, മൂന്നാമത്തെ ബ്ലെസ്സഡ് ആറ്റിറ്റ്യൂഡ്, അതായത് ശാന്തശീലത. കർത്താവേ, നീ എന്നിൽ പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി സ്വയം വിട്ടുകൊടുത്ത് കാത്തിരിക്കാനുള്ള മനോഭാവം. പത്രോസ് പറയുകയാണ്, നിങ്ങളുടെ ഉത്കണ്ഠകൾ കർത്താവിനെ ഭരമേൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എല്ലാ ഉത്കണ്ഠകളും കർത്താവിനെ ഭരമേൽപ്പിച്ച്, എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവമേ, നീ തക്ക സമയത്ത് എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തു നിൽക്കാൻ കഴിയുന്ന മനോഭാവത്തെയാണ് ശാന്തശീലർ എന്ന് പറയുന്നത്, ശാന്തശീലത എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴെ നീ നിന്നെ തന്നെ താഴ്ത്തുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും. കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴെ തന്നെ താഴ്ത്തി, ദൈവമേ നിൻ്റെ സമയത്ത് നീ പ്രവർത്തിക്കണമേ. തക്ക സമയമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സമയമാണ്. നിന്റെ സമയത്ത് നീ എന്നോട് നിനക്കിഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാനുള്ള മനോഭാവമുണ്ടാകും, ശാന്തശീലരായിട്ട് മാറും. അങ്ങനെ ശാന്തശീലതയോടുകൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ നീതിക്ക് വേണ്ടി വിശക്കുന്ന മനുഷ്യനായിട്ട് മാറും. അതാണ് നാലാമത്തെ മനോഭാവം, നീതിക്ക് വേണ്ടി വിശക്കുക എന്ന മനോഭാവം. എന്താണ് നീതി? നീതിയുടെ ഇംഗ്ലീഷ് പദം റൈറ്റ്യസ്നെസ് എന്നാണ്. റൈറ്റ്യസ്നെസ് എന്നാൽ റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്, ദൈവത്തോടു കൂടെയുള്ള ശരിയായ ജീവിതം, റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, അതാണ് നീതി എന്ന് പറയുന്നത്.
ഈശോ മനുഷ്യനോട് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ നീതിക്ക് വേണ്ടിയിട്ടുള്ള വിശപ്പാണ്. നീതി എന്ന് പറഞ്ഞാൽ കേവലം ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന നിയമം വഴിയുള്ള നീതി എന്നതിനേക്കാൾ ഉപരി ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് ഈശോ പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ ഭരണവും അവിടുത്തെ അധികാരവും അവിടുത്തെ നീതിയും, അതായത് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അന്വേഷിക്കുവിൻ എന്നാണ് ഈശോ പഠിപ്പിച്ചത്. നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നത് ദൈവവുമായിട്ടുള്ള ഈ ബന്ധത്തെയാണ്. ദൈവവുമായ റിലേഷൻഷിപ്പ്, ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിന് വേണ്ടി അന്വേഷിക്കുക എന്നതാണ് അനുഗ്രഹം കൊണ്ടുവരുന്ന നാലാമത്തെ മനോഭാവം. ഈ നാലാമത്തെ മനോഭാവമുള്ളവർക്ക് അഞ്ചാമത്തെ മനോഭാവത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ദൈവത്തിൻ്റെ ഹൃദയത്തോട് തൻ്റെ തന്നെ ഹൃദയം ചേർത്ത് വയ്ക്കുന്ന മനുഷ്യന് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ കരുണയുടെ ഒരു ചാനലായി പ്രവർത്തിക്കാൻ സാധിക്കും. കർത്താവിൻ്റെ കരുണ ഇയാളുടെ ഹൃദയത്തിലൂടെ, കരങ്ങളിലൂടെ, കണ്ണുകളിലൂടെ, വാക്കുകളിലൂടെ ഭൂമിയിലേക്ക്, അയാളുടെ ചുറ്റുപാടുമുള്ള വ്യക്തികളിലേക്ക്, സാഹചര്യങ്ങളിലേക്ക് ഒഴുകിയിറങ്ങും. ദൈവം കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നമ്മളും കരുണയുള്ളവരായി മാറും. കരുണയുടെ മനോഭാവമുണ്ടാകും. അങ്ങനെ കരുണയുള്ളവർക്ക് ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരനോട് ക്ഷമിക്കുന്ന കരുണയുള്ളവർക്ക് അവൻ്റെ തന്നെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്ന കരുണ ലഭിക്കും. അവരനു വേണ്ടി സ്വർഗം തുറന്നു കൊടുക്കാൻ, സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കാൻ കരുണയുള്ള ഒരാൾക്ക് വേണ്ടി ദൈവം സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കും. അനാഥരിലേക്ക്, വിധവകളിലേക്ക്, വിശപ്പനുഭവിക്കുന്നവരിലേക്ക് കരുണയുടെ വാതിലുകൾ തുറക്കുന്ന ഒരാളിലേക്ക് ദൈവത്തിൻ്റെ നിത്യജീവൻ്റെ, നിത്യസമൃദ്ധിയുടെ, നിത്യ ഐശ്വര്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. അതാണ് അഞ്ചാമത്തെ മനോഹരമായ മനോഭാവം, അനുഗ്രഹം കൊണ്ടുവരുന്ന മനോഭാവം, കരുണയുള്ളവരായിരിക്കുക. ഇപ്രകാരം കരുണയുള്ള മനുഷ്യർക്ക് ആറാമത്തെ മനോഹരമായ മനോഭാവമുണ്ടാകും. ആറാമത്തെ മനോഹരമായ മനോഭാവം ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ്. അവരനോടുള്ള ബന്ധത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിലും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്ത അവസ്ഥ, ഹൃദയത്തിൽ വക്രതയില്ലാത്ത അവസ്ഥ, ഹൃദയത്തിൽ കോപമില്ല, കലഹമില്ല, അന്ധകാരത്തിൻ്റെ പ്രവർത്തികളില്ല, സുഖലോലുപതയില്ല, മദ്യാസക്തിയില്ല, അസന്മാർഗികതയില്ല, അശുദ്ധികളില്ല, വ്യഭിചാരമില്ല, വിഗ്രഹാരാധനയില്ല, ആഭിചാര ക്രിയകളില്ല, സ്വാർത്ഥതയില്ല. ഹൃദയത്തിൽ നിന്ന് ഇപ്രകാരം അശുദ്ധികളൊക്കെ നീക്കം ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് കർത്താവിൽ ആശ്രയിച്ച് സ്വന്തം പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് കരഞ്ഞ് കർത്താവിന് വേണ്ടി കാത്തുനിന്ന് നീതിക്ക് വേണ്ടി വിശന്ന് കരുണയുള്ളവരായി ജീവിക്കുന്ന മനുഷ്യർക്ക് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഹൃദയത്തിൻ്റെ വിശുദ്ധിയുണ്ട്. ഇപ്രകാരം ഹൃദയത്തിൻ്റെ വിശുദ്ധിയുള്ളവർക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് അവർ ദൈവത്തെ കാണും എന്ന അനുഗ്രഹം. ദൈവത്തെ കാണുക എന്ന് പറയുന്ന, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുക എന്ന വലിയ അനുഗ്രഹം, അനുഗ്രഹം കൊണ്ടുവരുന്ന മനോഭാവമാണ് ഹൃദയത്തിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത്. ഇങ്ങനെ ഹൃദയവിശുദ്ധിയോടുകൂടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഏഴാമത്തെ മനോഭാവത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതാണ് സമാധാനം സ്ഥാപിക്കുക എന്ന മനോഭാവം. മനുഷ്യർ സമാധാനം തകർക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല, സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ്. ഈശോ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യന് അവൻ്റെ പാപം മൂലം നഷ്ടപ്പെട്ട സമാധാനം,
നഷ്ടപ്പെട്ട സമൃദ്ധിയും ഐശ്വര്യവും പുനർസ്ഥാപിക്കാനാണ്. രക്ഷയാണ് സമാധാനത്തിലേക്കുള്ള വഴി. ഒരാൾ രക്ഷിക്കപ്പെടുന്നു, ഒരാൾ വിശുദ്ധീകരിക്കപ്പെടുന്നു, ഒരാൾ നീതീകരിക്കപ്പെടുമ്പോഴാണ് അയാൾക്ക് യഥാർത്ഥത്തിൽ സമാധാനമുണ്ടാകുന്നത്. അപ്പോൾ കർത്താവിനോട് ചേർന്ന് നിന്ന് കരുണയോടെ ഹൃദയവിശുദ്ധിയോടുകൂടെ ജീവിക്കുന്നവർ തങ്ങളിൽ തന്നെ ദൈവത്തിൻ്റെ സമാധാനം സ്ഥാപിക്കുകയും തങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, അത് കുടുംബമാകാം, ജോലി ചെയ്യുന്ന ഇടമാകാം, കണ്ടുമുട്ടുന്ന ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളാകാം, അവർക്ക് സമാധാനം കൊണ്ടുവരാൻ സാധിക്കും. മറ്റുള്ളവരെ ദൈവത്തിലേക്ക് കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കും. ദൈവം തരുന്ന അനുരഞ്ജനം ഭൂമിയിലേക്ക് എത്തിക്കുന്ന ആളുകളായിട്ട് മാറും. അങ്ങനെ 7ാമത്തെ മനോഭാവത്തിൽ നിന്ന് 8ാമത്തെ മനോഭാവത്തിലേക്ക് പ്രവേശിക്കും. അതാണ് സ്ഥിരതയോടുകൂടെ, നീതിക്ക് വേണ്ടി സ്ഥിരതയോടുകൂടെ നിൽക്കുക എന്ന മനോഭാവം. ഈശോ പറഞ്ഞു, നീതിക്ക് വേണ്ടി പീഡനമനുഭവിക്കുന്നവർ അനുഗ്രഹീതർ, ഭാഗ്യവാന്മാർ. സ്വർഗരാജ്യം അവരുടേതാണ്. നീതിക്ക് വേണ്ടി പീഡനമനുഭവിക്കുന്നവർ, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന സമയത്ത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന സമയത്ത്, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന സമയത്ത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നീ എന്തു ചെയ്യും? നീ ഇട്ടിട്ട് ഓടുമോ? അവസാനം വരെ പിടിച്ചു നിൽക്കുമോ? വചനം പറയുകയാണ്, അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും. സ്ഥിരതയോടുകൂടെ നിൽക്കുന്ന മനോഭാവം, ദൈവവുമായിട്ടുള്ള ഐക്യത്തിൽ സ്ഥിരതയോടുകൂടെ നിൽക്കുന്ന മനോഭാവം നിനക്ക് അനുഗ്രഹം കൊണ്ടുവരും കുഞ്ഞെ. അത് നിൻ്റെ മനോഹരമായ മനോഭാവമാണ്. നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. മനോഹരമായ മനോഭാവങ്ങൾ, അനുഗ്രഹം കൊണ്ടുവരുന്ന 8 മനോഭാവങ്ങൾ, അതാണ് അഷ്ടസൗഭാഗ്യമെന്ന് പറയുന്നത്. ഈ അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ച് ഓരോന്നിനെയും കുറിച്ച് തുടർന്നുള്ള എപ്പിസോഡുകളിൽ പഠിക്കാൻ, കൂടുതലായി ഗ്രഹിക്കാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. നമുക്ക് കണ്ണുകളടക്കാം. പിതാവായ ദൈവമേ, പരിശുദ്ധമായ ഈ വചനഭാഗത്തിലൂടെ അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത്, ഞങ്ങളെ പ്രകാശിപ്പിക്കുന്നതിനെ ഓർത്ത്, അങ്ങ് തരുന്ന അനുഗ്രഹങ്ങളിലേക്ക് ഞങ്ങളുടെ കണ്ണുകളും കാതുകളും ഹൃദയവും തുറന്നു വയ്ക്കുവാൻ ഞങ്ങളെ ക്ഷണിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വചനത്തിൻ്റെ വെളിച്ചത്താൽ ഞങ്ങളെ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞങ്ങൾ ശ്രവിച്ച വചനം ഞങ്ങളിൽ മാംസം ധരിക്കാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.